ജയിക്കുന്നേ. എടി എന്നെ കൂടെ ഒന്ന് കളിപ്പിക്കൂടി. നീ ഒന്ന് മാറിക്കേ. നീ വേണമെങ്കിൽ നിന്റെ ഫോണിൽ പോയി കളിയാമോട്ടെ. എനിക്ക് ഫോണില്ലടി, എന്നെ കൂടെ ഒന്ന് കളിപ്പിക്കേ പ്ലീസ്. ശല്യം ചെയ്യാന്ന് പോയേ, ഞങ്ങളിന്ന് ഫിനിഷ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആരാ ഫോണൊക്കെ വാങ്ങി തന്നെ? അച്ഛനും അമ്മയും. അല്ലാതെ ആര് വാങ്ങിച്ചു തരാനാ? എന്റെ അമ്മ ഫോൺ ഒന്നും വാങ്ങിത്തരില്ല. അമ്മയുടെ കൈ പൈസ ഇല്ലെന്നാ പറയാ. ആദ്യമൊന്നും ആരും വാങ്ങിച്ചൊന്നും തരത്തില്ല. നിനക്ക് വേണമെങ്കിൽ നീ പറഞ്ഞു വാങ്ങിപ്പിക്കണം. യെസ്, ഞാൻ ജയിച്ചു. നീ കാരണമാണ് ഞാൻ തോറ്റത്. സോറി ആര്യ, എനിക്ക് കളിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നേ. പോട്ടെ, സാരമില്ല. ആദ്യം നീ ഒരു ഫോൺ വാങ്ങ, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നീ ബാ, നമുക്ക് നെക്സ്റ്റ് ലെവൽ കളിക്കാം. ഓക്കെ. കഷ്ടപ്പാട് എപ്പോ തീരും? അമ്മേ, അമ്മേ എന്തുവാ? അമ്മ, എന്റെ ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും ഫോണുണ്ട് പഠിക്കാൻ. എനിക്ക് മാത്രം ഫോണില്ല. അതിന് ഫോണില്ല, പഠിക്കുകയൊക്കെ തിരിയോ? അവർക്കൊക്കെ ട്യൂഷൻ ഉണ്ട്, എനിക്കാണെങ്കിൽ ട്യൂഷൻ പോലും ഇല്ല. എന്നിട്ടും അവർക്കൊക്കെ ഫോണുണ്ട്. അവരെല്ലാം ഫോൺ നോക്കിയാൽ പറ്റില്ല. ഇവിടെ ലോൺ അടയ്ക്കാൻ പൈസ ഇല്ല, അതിന്റെ ഇടയില. പരീക്ഷയ്ക്കൊക്കെ ഞാൻ എങ്ങനെയാ അമ്മ ഇനി പഠിക്കുന്നേ? എനിക്ക് നോക്കട്ടെ, ജോലി ചെയ്യുന്ന ചേച്ചിയുടെ അടുത്തൊന്ന് ചോദിക്കാം. ഫോണൊക്കെ വാങ്ങിച്ചാൽ മര്യാദക്ക് ഇരുന്ന് പഠിച്ചോണം. ആവശ്യമില്ലാത്ത ഒന്നും വേണ്ട, കേട്ടല്ലോ? ഞാൻ പഠിക്കാൻ വേണ്ടിയല്ല അമ്മയുടെ ഫോൺ വാങ്ങി തരാൻ പറഞ്ഞേ. ഞാൻ പഠിച്ചോളാം. പോയിട്ട് പഠിച്ചോ. അമ്മ എനിക്ക് പുതിയ ഫോണൊക്കെ വാങ്ങി തന്നല്ലോ. നീയല്ലേ പറഞ്ഞേ നിന്റെ അമ്മ ഫോണൊന്നും വാങ്ങിച്ചു തരില്ലല്ലോ. പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയെങ്കിലും വാങ്ങിച്ചെടുത്തു. ഞാൻ തന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ എൻ്റെ പിള്ളേ ശരിയാക്കി. എടി കുറച്ച് വെള്ളം എടുത്തേ. എടി നിന്നോടാ പറഞ്ഞു കുറച്ച് വെള്ളം എടുത്തേ. എന്തോ അമ്മ, എന്താണോ എത്ര നേരം പറഞ്ഞു കുറച്ച് വെള്ളം എടുക്കാൻ? ആ പുല്ല് തൊടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഫോണ്. ഞാൻ ഇത്ര നേരമായിട്ട് പഠിക്കുമായിരുന്നു, ഇപ്പോഴെന്താണ് ഫോൺ എടുത്തത്? പിന്നെ പാച്ചവള് വെള്ളം എടുത്ത് കഷ്ടപ്പെട്ടിട്ട് ആ സാമാൻ വാങ്ങി തന്നത്. പഠിച്ചില്ലെങ്കിൽ കൊല്ലും ഞാൻ നിന്നെ. ഇവിടെ ഇതുവരെ ഉറങ്ങിയില്ലേ? ചിലപ്പോ വഴക്ക് പറഞ്ഞിട്ട് പഠിക്കുമായിരിക്കും. കയ്യിലിരുന്ന ശരിയാകത്തില്ല. ലോൺ അടച്ചെങ്കിൽ പെണ്ണുങ്ങളെന്നും കൂടെ കൊല്ലും. എനിക്ക് ഗെയിം കളിക്കാൻ ഒക്കുന്നില്ല. എന്തോ പർച്ചേസ് ചെയ്യണമെന്നൊക്കെ കാണിക്കുന്നു. എടി, ഇനി ഇത് പേയ്മെന്റ് ഇല്ലാതെ കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്തോ ചെയ്യും? നീ വീട്ടിൽ ചോദിക്കും. നിങ്ങളുടെ അമ്മ ഗെയിം കളിക്കാനൊക്കെ പൈസ വെച്ച് തരുമോ? ഉറപ്പായും. എന്റെ മമ്മി സമ്മതിക്കത്തില്ല, പക്ഷെ ഞാൻ മമ്മി അറിയാതെ എടുക്കും. നീ അങ്ങനെ വല്ലതും ചെയ്യും.
ഹലോ ആ ചേച്ചി, ആ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാവേ. ആ ഞാൻ നേരത്തെ ഒപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. ഓ മീനൊന്നുമില്ല, ഇനി വേണം എന്തെങ്കിലും ഒപ്പിക്കാൻ. ശരി ചേച്ചി. പൈസ എന്തിയേ? പൈസ എന്ത് ചെയ്യും? ഞാൻ എന്തോ ചെയ്യും? എന്താ എന്താ പറ്റി? പൈസ നീ കണ്ടായിരുന്നോ? പൈസയോ? ഞാനൊന്നും കണ്ടില്ല. ഇത് ആരെടുത്തോണ്ട് പോവാനാ? ഞാനും നീ അല്ലത്, ഇവിടെ ആരാ ഉള്ളത്? അമ്മ വെച്ചത് എവിടാന്ന് കൂടി എനിക്കറിയത്തില്ല, പിന്നെ ഞാനെങ്ങനെ എടുക്കാം? എന്നാ ഞാൻ ഇനി അവരോട് എന്തോ പറയും. ഈ ഒരു കാര്യം ചെയ്യാം, ഫോൺ എടുക്കാൻ തന്നെ. ഹലോ ചേച്ചി, ചേച്ചി ഞാൻ ഇവിടെ എടുത്ത് വെച്ച് പൈസ കാണുന്നില്ല. ചേച്ചി ഞാൻ കള്ളം പറയില്ല, സത്യം. ചേച്ചി ഒരു 2 ദിവസം സമയം തന്നെ, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ഹലോ ഇടി, വീണ്ടും പേ ചെയ്യണമെന്നോ? ഇനി എങ്ങനാ? അമ്മയ്ക്ക് എൻ്റെ ഡൗട്ടുണ്ട്. എന്തോ എടുത്തപ്പന്ന്? ഒന്നുമില്ല. പൈസ അല്ലേ തപ്പിയേ? പൈസയോ? അല്ല. എന്റെ പൈസ നീ എന്തായിരുന്നു അന്നെടുത്തേ? ഞാനൊന്നും അല്ല പൈസ എടുത്തത്. ലജു നീ കള്ള പറയത്. ഞാൻ അല്ല എടുത്തത്. കള്ള പറയുക. ഞാൻ എടുത്തതെന്ന് പറഞ്ഞില്ല. എന്നെ കൊല്ലും കേട്ടോ. അടിക്കോ തന്നെ. ഞാൻ എടുത്തില്ല. ലജു എന്നെ കള്ള പറയരുത് കേട്ടോ. ഞാൻ അടിച്ചത് പറയുന്നോന്ന് നീ ഉപയോഗിച്ചത്. ഞാൻ വേഗം കളിക്കാൻ എടുത്ത്. എത്ര കഷ്ടപ്പെടാൻ ഞാൻ വളർത്തുന്നേ. എന്നോടാ നിങ്ങൾ വേണം നിനക്ക്. ആ ഫോൺ നീ തന്നെ ഫോൺ വിട്. ഫോൺ വിട്. നീ താ ഇങ്ങോട്ട്. നിങ്ങൾ എന്താ ചെയ്തത്? എന്നെ ഫോൺ എടുത്തത്. എന്തെങ്കിലോ നിങ്ങൾ എന്തൊരു തൊള്ളയാ? എന്നെ ഫോൺ എടുത്തത്. എന്തോ വെച്ചു ഇത്? മര്യാദ എന്നെ ഫോൺ തന്നോ? എനിക്ക് ഫോൺ വേണം. എനിക്ക് ഗെയിം കളിക്കണം. ഫോൺ താ. എന്നെ ഫോൺ തരാണ്. എനിക്ക് എന്തോ പറ്റി? എത്ര കഷ്ടപ്പെടുന്നു നീ വളർത്തുന്നത്? കഷ്ടപ്പെട്ട് എന്ത് പറ്റില്ല കുറെ കാണിച്ച് മോശം. ഹലോ, ഡിക്ലൈൻ ആയിരുന്നോ? ഓ ബാലൻസ് ഉണ്ടല്ലോ അതില് ഓൾറെഡി. ലിമിറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വിളിക്കുക. ഓക്കെ ശരി. ചെക്ക് ചെയ്തായിരുന്നോ? ആണോ? ഓക്കെ, ഞാൻ എന്നാ ഒന്ന് നോക്കട്ടെ. നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ദിയ, നീ എന്റെ കാർഡ് എടുത്തോ? ഇല്ല മമ്മി, എനിക്ക് നിന്നോടാ ചോദിച്ച കാർഡ് എടുത്തോടാ. ഞാൻ എടുത്തിട്ടില്ല. നിന്റെ ഒരു ഗെയിം. സത്യം പറ, നീയോ ഞാനോ അല്ലാതെ ആ കാർഡ് എടുക്കത്തില്ല. എനിക്കറിയില്ല. ഇതിപ്പോ 1-2 രൂപയല്ല പോയേക്കുന്നേ, ഒരു ബൾക്ക് എമൗണ്ടാ പോയേക്കുന്നേ. സത്യം പറ നീ. എനിക്കറിയത്തില്ല. സത്യം പറ, എന്തിനാ കാർഡ് എടുത്തേ? മമ്മി എന്നൊന്നും പറയല്ലേ, ഗെയിം കളിക്കാൻ വേണ്ടി അറിയാതെ എടുത്തതാ. ഗെയിം കളിക്കാനോ? ഇത്രയും പൈസക്കോ? നിനക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടിയതിന്റെയാ. ഇനി ഈ ഫോൺ എടുക്കുന്ന ഞാനൊന്ന് കാണണം. മമ്മി പ്ലീസ് മമ്മി, സോറി മമ്മി, റിപ്പീറ്റ് ചെയ്യില്ല. വിട്.
ചോറ് കഴിക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? എനിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് വെളിയിൽ പുറത്തോട്ട് നിൽക്കേ, നിങ്ങളുടെ അമ്മമാരോട് ഒന്ന് സംസാരിക്കാം. ഇപ്പോൾ രണ്ടുപേരും ഓക്കെ ആണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. കൊണ്ടുവന്നതിൽ നല്ല ബെറ്റർ ആയില്ലേ? ടെൻഷൻ ഫ്രീ ആയി. ഇനി അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ ഡോക്ടർ? ഇനിയിപ്പോൾ അവർക്ക് നിങ്ങളുടെ കെയർ ആണ് വേണ്ടത്. മരുന്നേക്കാൾ പ്രധാനമാണ് പേരൻസിന് സ്നേഹവും കരുതലും. ഇനി ഞാൻ അവർക്ക് ഒരിക്കലും ഫോൺ വാങ്ങിച്ചു കൊടുക്കത്തില്ല. മതിയായി. അങ്ങനെയല്ല ലത, ഫോണിന് നല്ല വശങ്ങളും ഉണ്ട്. പൂർണ്ണമായും ഫോൺ ഒഴിവാക്കുന്നത് ഒരു നല്ല സൊല്യൂഷൻ അല്ല. അപ്പോൾ ഫോൺ കൊടുത്ത് അവർ വീണ്ടും പഴയ പോലെ ആവില്ലേ? അതാണ്, നിയന്ത്രണമാണ് വേണ്ടത്. ഫോണിന്റെ ഉപയോഗത്തിലാണ് നിയന്ത്രണം വേണ്ടത്, അല്ലാതെ ഫോൺ കൊടുക്കാതിരിക്കുന്നതല്ല. ഓക്കെ ഡോക്ടറെ, താങ്ക്സ്. ഫോൺ ശത്രുവല്ല, അതൊരു ഉപകരണമാണ്. വിദ്യാർത്ഥികൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് അവരുടെ വളർച്ച നിർണ്ണയിക്കുന്നത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയാണ് അവർക്ക് ആവശ്യം.